ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ ഇത് ഇന്ന് വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നേരെ ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചൂടപ്പം പോലത്തെ ഒരു വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാ കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. വീഡിയോ ഇടാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. വീഡിയോ ഒന്നും എന്താ പറയുക, എടുത്ത വീഡിയോസൊന്നും ഉണ്ടായിട്ടുമില്ല. പിന്നെ എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഇരുന്നൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ളൊരു കുഞ്ഞു വീഡിയോ എടുക്കണ പരിപാടിയിലാണ് കേട്ടോ. അപ്പം ഇന്ന് അരി വറുത്ത് ചായ കുടിക്കുക എന്നുള്ളൊരു പൂതി പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് അരി എടുത്തിന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പം കുറച്ച് പൊടിച്ചിട്ടും തിന്നാമെന്ന് വിചാരിച്ച്, പിന്നെ കുറച്ച് വറുത്തതായിട്ട് തന്നെ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും തിന്നാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മക്കൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചോറൊക്കെ ഉണ്ടാക്കാണ്ട് രാത്രിത്തേക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അടുപ്പൊക്കെ ഞാൻ നല്ലോണം കൊള്ളിയൊക്കെ വെച്ച് കത്തിച്ച് കൊടുത്തത്. ഏതായാലും തീയൊന്ന് പിടിക്കും ചെയ്യട്ടെ. അപ്പോൾ വേഗം ചോറിന് വെള്ളം വെച്ച് കൊടുത്താൽ നമുക്ക് ചോറും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു പരിപാടികളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത്. അപ്പം പണി ഇന്ന് വൈകുന്നേരത്തിൻ്റെ മുന്നേ തന്നെ എത്തിന്. പണി കഴിഞ്ഞിട്ട് ഒരു ഉച്ച 2:30 ആകുമ്പോഴേക്ക് തന്നെ എത്തിന് കേട്ടോ. അപ്പോൾ ഇന്നും കൂടിയേ പണി ഉണ്ടായിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് പണിയൊന്നും ഇല്ല കേട്ടോ. പണിക്ക് പോകണില്ല ഇനി. അത് കഴിഞ്ഞ് പരീക്ഷയൊക്കെ ആയപ്പം കുറച്ച് ദിവസം കുട്ടീനെ നോക്കി കൊടുക്കാനുള്ള ഒരു പണി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പരീക്ഷയും കഴിഞ്ഞ്, അതുകൊണ്ട് അവിടുത്തെ പണിയും കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും ഒരു പണി കിട്ടണവരെ നമ്മൾ വീട്ടിലുണ്ടാകും. അപ്പോൾ ഇനി അങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോസൊക്കെ ആയിട്ട് എന്നും എല്ലാവരും മുന്നിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനി എന്താവും എന്നൊന്നും പറയാൻ അറിയില്ല, എനിക്ക് പറയാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും പോലെ ഒന്നല്ല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഒന്നും പറയണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം. അത് മാത്രമേ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് പറയാനുള്ളൂ. എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അത് അരി വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇത് കേട്ടോ. എല്ലാം ഇപ്പോൾ അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കലെന്ന് പറഞ്ഞല്ലോ. അപ്പം ഗ്യാസ് തീർന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചേൻ്റെ മേതെയായി. നമുക്ക് നിറയ്ക്കാൻ പറ്റിയൊരു അവസരം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് അതങ്ങനെ കിടക്കുന്നത്. അപ്പോൾ വിറകുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കത്തിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ വിറകും വാങ്ങണം. വിറകൊക്കെ തീർന്ന് കുറച്ചും കൂടിയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ പ്രാരാബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയല്ല കേട്ടോ. നമ്മളെ വിശേഷങ്ങൾ പറയുന്നതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞു വിശേഷങ്ങളും കൂടി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒക്കെ നിറയ്ക്കും, സമയമാവട്ടെ. അതിനൊക്കെ ഒരു സമയം ഉണ്ടല്ലോ അല്ലേ. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊന്നും. അതുകൊണ്ട് ചെയ്യും, ഇപ്പോഴല്ല, നിൽക്കട്ടെ. അപ്പോൾ അത്ര വലിയ തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ തിരക്കുണ്ടേനും, തിരക്കില്ലേന്ന് ചോദിച്ചാൽ തിരക്കില്ല. ആ ഒരു രൂപത്തിലാണ് ഞാനിപ്പോൾ കാര്യങ്ങളങ്ങനെ കാണുന്നത്. അപ്പോൾ അത് അരിയൊക്കെ ഒന്ന് വറുത്ത് കിട്ടിയെന്ന് കേട്ടോ. എന്നാലും വല്ലാതെ ഒരു മുരിച്ചിലൊന്നും ഈ അരിക്കില്ല. അപ്പോൾ അത് സ്റ്റോറിലെ അരിയാണ് കേട്ടോ നമ്മൾ വറുത്തത്. അപ്പോൾ വറുത്തെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിന്. ഇനി നേരെ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൻ വെള്ളം കൊണ്ടുപോയി തന്നതാണ്. അപ്പോൾ ഞാനത് കുടത്തുനിന്ന് തന്നെ എടുത്തിട്ട് നേരെ ഒഴിച്ചു കൊടുത്തതാണ്. ബാക്കി കുട്ടകത്തിലേക്ക് ഒഴിച്ച് ആ ചോറിന് ആവശ്യമുള്ളത് ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിന്. ഇനി വേഗം ഒന്ന് കത്തിച്ചിട്ട് രാത്രിത്തേക്കുള്ള പരിപാടി നോക്കണം. സമയം ഇപ്പോൾ 5:45 ആയിന്. അപ്പോൾ അതിൻ്റേതായ നേരം വൈക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനി പിന്നെ മോള് ട്യൂഷൻ വിട്ട് വരാൻ 10:30 ആവും. അപ്പോഴേക്കേ ചോറ് തിന്നുള്ളൂ. അപ്പോഴേക്ക് കായാൽ മതി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്നും വൈകുന്നേരം ചോറ് വെക്കൽ തന്നെയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ മാത്രമേ രാവിലെ അങ്ങോട്ട് വെക്കലുള്ളൂ. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണി കഴിഞ്ഞ് വന്ന ആ വേഷത്തിൽ തന്നെയാണ് കേട്ടോ എന്നുള്ളത്. അപ്പോൾ മാറ്റാനൊന്നും നിന്നിട്ടില്ല. നമുക്ക് ഒരു കുഞ്ഞു വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിക്കണമല്ലോ. നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ കാത്തിരിക്കുന്നവരൊക്കെ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ. അവരുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് എത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് എന്നെ ഈ ഒരു വീഡിയോ എടുക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഉണ്ടോ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് തേങ്ങ മുറിയിൽ ഒരു ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിൽക്കട്ടെ, ആദ്യം വേഗം ഈ അരി ഈ ചൂടിൽ തന്നെ ഒന്ന് അങ്ങോട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് അരി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടോ. തേങ്ങ ഇട്ടിട്ട് അങ്ങനെ ചായയിലിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഫേവറേറ്റ് കാര്യം കേട്ടോ. ഇങ്ങനെ പൊടിച്ച് തിന്നണതിനോടല്ലേ ഏറ്റവും ഇഷ്ടം. ഗ്ലാസ്സിലിട്ടിട്ട് ഇങ്ങനെ കോരി തിന്നണതിനോട് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് ഞാൻ അവിടെ വെച്ച് ബാക്കിയൊക്കെ പൊടിക്കാനും ഇട്ടിട്ടോ. അപ്പോൾ അമ്മ അവിടെ ഉണ്ട്. അമ്മനോട് വർത്താനം പറഞ്ഞിട്ടാണ് ഓരോ പണികളും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളവിടെ നാട്ടിൽ അയ്യപ്പ ക്ഷേത്രം ഉണ്ട് കേട്ടോ. തത്വമസി എന്നൊക്കെയാണ് പറയുക അവിടേക്ക്. അപ്പം അവിടെ നിന്ന് 3 ദിവസമായിട്ട് പരിപാടികളൊക്കെയാണ്. ഇന്നത്തോടു കൂടിയ പരിപാടികളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അതൊന്ന് പോയി അവിടെ അന്നദാനം കഴിക്കാനുള്ളൊരു ഭാഗ്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. പണിക്ക് പോകേണ്ടി വന്നുകൊണ്ടാണ്. പക്ഷെ ഇന്നലെ രാത്രിയിൽ പോയി ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടുപോന്ന്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതൊക്കെ വീഡിയോ എടുത്താൽ തന്നെ നമ്മളെ ആ വീഡിയോസിനൊന്നും ആർക്കും കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോസൊന്നും ഇടണ്ടെന്ന് വിചാരിക്കുക ഞാനിപ്പോൾ കേട്ടോ.
അപ്പം അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ മനസ്സിലങ്ങനെ വന്നു കൂടിയാണ്. അപ്പോൾ അത് അരിയൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് ഒരൊറ്റ ട്രിപ്പിൽ പൊടിക്കാനുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അത് പൊടിച്ചെടുത്ത് ഇനി വേഗം ഒരു തേങ്ങ പൊളിച്ചെടുക്കണം. ഉള്ള തേങ്ങാമുറിയിൽ ഒരു പകുതിയേ ഉള്ളൂ. അത് നമുക്ക് അരി വറുത്ത് ഗ്ലാസ്സിലിട്ട് കുടിക്കാൻ വെച്ചതിലേക്ക് ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു തേങ്ങ പൊളിക്കട്ടെ. അപ്പോൾ ഞാൻ തേങ്ങ പൊളിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. 2 ദിവസം മുന്നേ തേങ്ങ ഒക്കെ വലിച്ചതുണ്ട്. അപ്പോൾ ഒരു 10-20 തേങ്ങ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതൊന്ന് പൊളിച്ചെടുക്കട്ടെ. അപ്പോൾ റോക്കിമോൻ്റെ അടുത്തേക്ക് പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഓനോട് 2 വർത്താനമൊക്കെ പറഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഓൻ ആ കൂട്ടിൽ അങ്ങനെ നടക്കുന്നത് കേട്ടോ. നമ്മളെ പുറത്ത് കണ്ടാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓന് ഭയങ്കര എന്താ പറയുക, ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്, അത്രയും പറയേണ്ടേ ഉള്ളൂ. ഇപ്പോൾ പൂച്ചേനെ കണ്ടിട്ട് ഇങ്ങനെ കുരച്ചിട്ടാട്ടോ കൂടിൻ്റെ അവിടെ ചാക്ക് താത്തി ഇട്ട് കൊടുത്തത്. ആ പൂച്ചകളെ ഒരു ഭാഗത്ത് നിൽക്കാൻ സമ്മതിക്കില്ല, അങ്ങനത്തെ ഒരാളാണത്. അപ്പം ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോഴുള്ള സന്തോഷം കണ്ടോ, പിന്നെയും അത് നടക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും തേങ്ങ പൊളിച്ച് കഴിഞ്ഞ് ഞാൻ ഒന്ന് പൊട്ടിക്കട്ടെ. അപ്പോൾ തേങ്ങ വെള്ളം കുടിക്കാനൊരു ആഗ്രഹമുണ്ട്. അതൊന്ന് കുടിച്ച് നോക്കട്ടെ എന്താ സംഭവം എന്ന്, മധുരം ഉണ്ടാവും നോക്കട്ടെ. നല്ല പച്ച തേങ്ങ കേട്ടോ. അപ്പോൾ അതൊന്ന് കുടിക്കട്ടെ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അവിടുന്ന്, എനിക്ക് തേങ്ങാവെള്ളം തരുമെന്ന് വിചാരിച്ച് ഞാൻ, അപ്പോൾ ജിക്ക് തരാതെ ഇജി വായിലേക്ക് ഒഴിച്ചല്ലോ എന്നൊക്കെ പറയട്ടെ. അത് കേട്ടിട്ട് ഞാൻ ചിരിച്ചതാട്ടോ സത്യത്തിൽ. അമ്മയ്ക്ക് വേണമെന്നുള്ള എനിക്ക് അറിയില്ലല്ലോ, ഞാനത് പൊട്ടിച്ച സ്പോട്ടിൽ തന്നെ വായിലേക്ക് ഒഴിച്ചതാണ്. ഞാൻ അങ്ങനെ തേങ്ങാവെള്ളം കുടിക്കലില്ല. ഇപ്പോൾ ഒന്ന് കുടിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ കുടിച്ചും പോയി. അപ്പം അമ്മ എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഞാനത് തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കട്ടെ. അമ്മയ്ക്കും ചായ കുടിക്കാനും തോന്നുന്നുണ്ട്. വൈകുന്നേരം ഓൽക്കൊരു ചായ കൂടി ഉള്ളതാണ്. അഞ്ചേട്ടൻ വന്നാലാണ് ഞങ്ങൾ കുടിക്കൽ കേട്ടോ. അപ്പം അഞ്ചേട്ടൻ ഇന്ന് രാവിലെ പോകുമ്പോഴേ പറഞ്ഞിരുന്നു, ഇന്ന് ഞാൻ ചായൻ്റെ കടിയും കാര്യമൊന്നും കൊണ്ടുവരില്ല കേട്ടോ, ഇന്ന് പൈസയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. കാരണം ഓൽക്കിപ്പോൾ ഡെയിലി പൈസ കിട്ടലില്ല പണിസ്ഥലത്തുനിന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലവുകളൊക്കെ വൈകുന്നേരം പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകം പറഞ്ഞു പോയതാണ്, ഇന്നൊന്നും കൊണ്ടുവരില്ല, ചായക്ക് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ പോയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി ഒരു കുഞ്ഞു ചായൻ്റെ കടി ഉണ്ടാക്കി വെക്കുകയാണ്. മക്കൾക്കും തിന്നണം. അഞ്ചേട്ടൻ വന്ന അഞ്ചേട്ടനും നല്ല ഇഷ്ടമാണ് കേട്ടോ, അരി വറുത്ത് പൊടിച്ചതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം അതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് നിന്നത് കേട്ടോ സത്യത്തിൽ. അപ്പോൾ അതാ ചായ ഉണ്ട്, രാവിലത്തെ ചായൻ്റെ കൂടെ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തണ്. അപ്പോൾ ചായ വെറുതെ ഒഴിവാക്കണ്ടല്ലോ. ചായപ്പൊടി നമുക്ക് വെറുതെ പൈസ കൊടുത്താൽ കിട്ടണല്ല, വെറുതെ കിട്ടുന്ന സാധനമല്ലല്ലോ അല്ലേ, പൈസ കൊടുത്താൽ തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് ചേട്ടാ എപ്പോഴും പറയും, ഈ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുടിക്കൂല, അത് വെറുതെ നിങ്ങൾ ഒഴിവാക്കുകയാണ് ഇവിടെ, എന്തിനാ അങ്ങനെ ചായപ്പൊടി ഇട്ടിട്ട് ചായ ഉണ്ടാക്കി വെക്കണേ കുടിക്കാതെ എന്നൊക്കെ പറയും. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഇന്ന് ഇപ്പം വൈകുന്നേരം വന്നപ്പോൾ അങ്ങനെ പറയില്ല, അപ്പം ചായ ഒഴിവാക്കലില്ല കേട്ടോ, ഞാൻ അതിലേക്കും കൂടി കുറച്ച് തിളച്ച വെള്ളം വെച്ചിട്ട് പൊടി കൂടുതൽ ഇടലാണ് കേട്ടോ എന്നൊക്കെ പറയല കേട്ടോ. അപ്പം ചേട്ടന് ചായ ഒന്നും അങ്ങനെ പൊടി ഇട്ട് കഴിഞ്ഞ് വെറുതെ ഒഴിവാക്കണമൊന്നും ഇഷ്ടമല്ല. അത് നമ്മളെ ചായ എന്തായാലും റെഡി ആയിട്ടോ, ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് സെറ്റാക്കിയാണ്. അപ്പം ചായച്ചമ്പിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ചൂട് കിട്ടോ, തൊട്ടപ്പം തന്നെ ആവി പറന്നിട്ട് കൈ പൊള്ളിപ്പോയി. അപ്പോൾ ആ കൈ മാറ്റി ഞാൻ വേറെ കൈ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്തതാണ് അമ്മയ്ക്ക്. അപ്പോൾ അമ്മ മധുരമൊക്കെ ഇടുന്നുണ്ട്. ഞാൻ വേഗം അരി പൊടിച്ചതും പൊടിക്കാത്തതും ആയിട്ടുള്ളത് തേങ്ങ ചരുവിട്ട സംഭവം എടുത്തിട്ട് മേശപ്പുറത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഇനി അവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ചായ കുടിക്കാമല്ലോ. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ഇപ്പം വീട്ടിൽ. നന്ദമോൾ പിന്നെ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല, ഇവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ പരിപാടി ആയതുകൊണ്ട് ഓള് ഇന്ന് അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തതാട്ടോ. ലീവൊന്നും അങ്ങനെ എടുക്കലൊന്നുമില്ല, ആകെ ആൾ വയ്യാണ്ടായിന് കേട്ടോ. ഇങ്ങനെ രാവിലെ 8 മണി 8:30 ആകുമ്പോൾ സ്കൂളിലെത്തണം, രാത്രി 10:30ക്കാണ് പിന്നെ തിരിച്ച് വരിക. അതിൻ്റേതായ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കൾക്ക്. അപ്പോൾ ഒരു ദിവസം ലീവ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ലീവ് എടുക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ മക്കൾക്ക് അതിന് മാത്രം വല്ലാത്തൊരു എന്താ പറയുക, കാണുമ്പോൾ തന്നെ നമുക്കൊരു പാവം തോന്നലാ. അപ്പോൾ ഇന്ന് ഏതായാലും ലീവ് എടുത്തോട്ടെ എന്ന് ഞാൻ അഞ്ചേട്ടനോട് പറയുകയും ചെയ്ത്. അങ്ങനെ ലീവൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ആളിതാ ട്യൂഷന് പോയിന് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒരു 10:30 ആവും വരാനായിട്ട്. അപ്പോൾ അമ്മ അതാ പഞ്ചസാരൊക്കെ ഇട്ട് എല്ലാം കുഴക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചായ ഒന്ന് കുടിക്കട്ടെ, ചായ കുടിച്ചിട്ട് വേണം വേഗം ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ അഞ്ചേട്ടൻ വരുമ്പോഴേ ഇനി മീനൊക്കെ കൊണ്ടുവരുള്ളൂ. അത് കിട്ടി കഴിഞ്ഞ് ഇനി കറി വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നേരം പോകും. പിന്നെ നമ്മൾ രാത്രിയിൽ ഓരോ കുഞ്ഞു സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ വീഡിയോയും രാത്രി ഇരുന്നിട്ടാണ് കാണുക, കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. എല്ലാവരും കുറച്ച് ഫാമിലീൻ്റെ വീഡിയോസൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഓരോ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടൊക്കെ രാത്രിയിൽ പിന്നെ കിടക്കുള്ളൂ കേട്ടോ. എൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് എൻ്റെ കലാപരിപാടികൾ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെയും അല്ലാത്തവരെയൊക്കെ ഞാൻ വീഡിയോസ് എനിക്കിഷ്ടമുള്ള ഫാമിലി വ്ളോഗൊക്കെ കാണും കേട്ടോ.
അപ്പം അത് ഓർക്കൊരു സന്തോഷമാണ്. കാരണം ഓർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഓരോരെയും സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ ഓർക്കും അതിൻ്റേതായ ഗുണവും മെച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും ചെയ്തു കൊടുക്കും. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയൂല കേട്ടോ. എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ 1000 നന്ദി പറയുകയാണേ. നന്ദി പറഞ്ഞാലും തീരാത്ത അത്ര ഉണ്ട്. കാരണം ഈ ഒരു കുഞ്ഞു ചാനലിന് ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ടും ഈ ഒരു കുഞ്ഞു ഫാമിലീനെയും ഒരു ആർഭാടങ്ങളും കാണിക്കാനില്ലാത്ത നമ്മൾ ഈ അടുക്കളയൊക്കെ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരുപാട് സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പം മോഡേൺ ആയിട്ടുള്ള അടുക്കള ഉള്ളവർക്കൊന്നും നമ്മൾ അടുക്കള ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, അവിടുത്തെ പാചകം ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അങ്ങനെ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രമുള്ള പാചകങ്ങളോ ഒന്നും ചെയ്യലില്ല കേട്ടോ. ഡെയിലി നമുക്ക് ഭക്ഷിക്കാനും എന്താ പറയുക, ഭക്ഷിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാനും ആവശ്യമായ ഐറ്റംസും സാധനങ്ങളും മാത്രമേ ഉണ്ടാക്കലുള്ളൂ. ഒരു ചോറായാലും അതിനൊരു മീൻകറി, അത്ര തന്നെ. ഒരു ചായൻ്റെ കടിയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. നമുക്ക് മീൻകറി അവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ സ്പെഷ്യലായിട്ടൊരു കറി കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കലൊന്നുമില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം കുറേ മാസങ്ങളായിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ജീവിച്ച് പോവുകയാണ്. പിന്നെ അപ്പം എന്താ പറയുക, അപ്പം അങ്ങനെയുള്ള വീഡിയോയിനോട് ആർക്കും വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നും വെറൈറ്റി ഭക്ഷണങ്ങൾ പാകം ചെയ്യണതും അതിനനുസരിച്ച് വെറൈറ്റി ഫുഡുകളും അല്ലേ, പിന്നെ നല്ല വലിയ അടുക്കള, അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ, അതിനനുസരിച്ച് പാചകം ചെയ്യുന്ന ആൾക്കാരെ എല്ലാം വിലയിരുത്തിയിട്ടാണ് ഇപ്പം എല്ലാവരും എല്ലാ വീഡിയോസും കാണണതൊക്കെ. അപ്പോൾ അതിനോട് നമുക്ക് അതിലേക്കൊന്നും യോജിച്ച ആ ഒരു വിധത്തിലല്ല ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യണതൊന്നും. അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 ആളെങ്കിലും നമ്മൾ വീഡിയോ കാണും എന്നുള്ളൊരു സന്തോഷം അതും വേറെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നവർ ഒരുപാട് ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാനും ഞാനും ഓരെ വിളിക്കാനും, പിന്നെ ഞാനും ഓരെ വിളിക്കാത്തത് ഓരോ പണിത്തിരക്കിലാകുമ്പോൾ അത് ഓൽക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വിളിക്കാത്തതും ഒക്കെ. അപ്പോൾ ഇതിൽ നമ്മളെ കഷ്ടപ്പാടോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടല്ല കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യണത്. നമ്മളെ വീഡിയോൻ്റെ ഒരു പോരായ്മയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്താ എൻ്റെ വീഡിയോയ്ക്ക് എന്ത് പോരായ്മയുള്ളത് എന്നുള്ളതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ആ പോരായ്മകളൊന്നും തിരുത്താനുള്ള ആ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടണമെന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടാട്ടോ ഞാനങ്ങനെ പറയുന്നത്. അല്ലാതെ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ സഹായമായിട്ട് മുന്നോട്ട് വരട്ടെ ഒന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട. ഞാൻ നമ്മളെ വീഡിയോൻ്റെ പോരായ്മകളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ താന്നു പോകുന്നതെന്നൊക്കെ അറിയാം. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യണതും മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഒക്കെ കേട്ടോ. എന്നാലും വീഡിയോ നിർത്താൻ എനിക്ക് മനസ്സ് അനുവദിക്കാത്തത് കൊണ്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചാനൽ നിർത്താനും എനിക്കിപ്പോൾ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു മനസ്സില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ഈ ചാനലൊക്കെ നിർത്തിയിട്ട് ആരെയും വെറുപ്പിക്കാതെ എന്നോ പോയേനെ കേട്ടോ. പക്ഷെ എനിക്ക് നിർത്താനുള്ള ആ ഒരു മനസ്സ് വരണില്ല. കുറേ ഫ്രണ്ട്സുകളെ ഇതിന്ന് കിട്ടീന്, കുറേ നല്ല മനസ്സുള്ളവരെ കിട്ടീന്. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇവിടെ ഇട്ടേച്ച് പോകാനുള്ള ഒരു താല്പര്യം വരില്ല കേട്ടോ സത്യത്തിൽ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ എന്നും വന്ന് എല്ലാവരെയും വെറുപ്പിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ എനിക്ക് 2-3 ദിവസമൊക്കെ വീഡിയോ ഇടാൻ പറ്റാത്തത് ഞാൻ എന്നും വിചാരിക്കും. ഞാൻ ഈ അടുക്കളയിൽ നിന്നിട്ട് ഉള്ള വീഡിയോ ഇടുമ്പം അതാർക്കും ഇഷ്ടപ്പെടണില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ വീഡിയോ ചെയ്യണത് എന്നുള്ളൊരു മാനസിക വിഷമം കൂടി എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ വീഡിയോ ഇപ്പോൾ ഡെയിലി ഇടൽ നിർത്തിയത് തന്നെ. എനിക്ക് എന്തോ ഇടാനൊരു മനസ്സ് വരാത്ത പോലെയാണ്. ഇട്ടിട്ട് ആരെയും വെറുപ്പിക്കണ്ട അങ്ങനൊരു തോന്നൽ എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവരോടും ഞാൻ അതൊക്കെ പറയാനായിട്ട് തന്നെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ചായയൊക്കെ കുടിച്ച് ഏകദേശം കഴിയാനായി. നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ടാവും നമ്മളെ വീഡിയോ വരിക. അപ്പോൾ എല്ലാവർക്കും ബായ്.